ഫഹദ് ഫാസിലിന്റെ വെളിപ്പെടുത്തലോടുകൂടി ഒരു ADHD എന്നൊരു ടേം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. അപ്പോൾ 43ാമത്തെ വയസ്സിലാണ് ഫഹദ് ഫാസിൽ 41ാമത്തെ വയസ്സിലാണ് ADHD തനിക്കുണ്ടെന്ന് ഫഹദ് ഫാസിൽ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് വായിച്ചതിൽ നിന്ന് മനസ്സിലായത് ഇതൊരു ഡിസോർഡർ അല്ല, ഇതൊരു അവസ്ഥയാണെന്നുള്ളതാ. ഇപ്പോൾ സൈക്യാട്രിക് സോഷ്യൽ വർക്കർ എന്ന നിലയ്ക്ക് ദിവ്യ ചേച്ചിക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ പറ്റില്ലേ? എന്താണ് ഈ ADHD? എനിക്ക് ആദ്യം ADHD എന്നതിനേക്കാൾ ഉപരി ഞാൻ ഫഹദ് ഫാസിലിനാണ് കയ്യടി കൊടുക്കുന്നത്. കാരണം പൊതുവേ മാനസിക രോഗം ഉണ്ടെങ്കിൽ ആരും പറയില്ല. സെലിബ്രിറ്റി ആയിട്ട് പോലും അദ്ദേഹം അത് തുറന്നു പറഞ്ഞു. ആൻഡ് ഫഹദ് ഫാസിൽ ആദ്യത്തെ ആളല്ല ഇത് പറയുന്നത്. ഇതിനു മുമ്പ് ദീപിക പദുക്കോണൊക്കെ പറഞ്ഞിട്ടുണ്ട് സിവിയർ ഡിപ്രഷനിൽ കൂടെ പോവാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മാനസിക രോഗങ്ങളെ കുറിച്ചിട്ട് ആൾക്കാരുടെ ഒരു പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ തുറന്നു പറച്ചിലുകൾ സഹായിക്കാൻ. ഇവർക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവീസ് ആക്കുന്നു, അവരുടെ ഫാമിലി ലൈഫ് ദേവർ ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം നല്ലൊരു മെസ്സേജാണ് അത് കൊടുക്കുന്നത്. പിന്നെ എനിക്കിതിലുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പുള്ളിയുടെ ഈ ഡിസോർഡർ അദ്ദേഹത്തിന്റെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോന്നാ. കാരണം ഞാൻ നോക്കുമ്പോൾ പുള്ളിയുടെ മിക്ക ക്യാരക്ടേഴ്സും ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സിലായിക്കോട്ടെ, 22 കാതത്തിലായിക്കോട്ടെ, ഇല്ലെങ്കിൽ ജോജിയിലായിക്കോട്ടെ, ലേറ്റസ്റ്റ് ഒന്ന് ആവേശത്തിലായിക്കോട്ടെ, ഈ ഒരു ADHD അങ്ങോട്ട് കിടന്നൊരു കളിക്കുന്നുണ്ടോ പുള്ളിയുടെ അഭിനയത്തിൽ എന്നുള്ളൊരു അത് സ്വാധീനിക്കുന്നുണ്ടോ? ആ ഒരു ഡിസോർഡറിന്റെ ആയിരിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ADHD ഉള്ള ആൾക്കാരെ ഞാൻ വായിച്ചിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, ചില കാര്യങ്ങളിൽ വളരെയധികം അവർക്ക് എനർജി ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലും കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് എക്സൽ ചെയ്യാനായിട്ട് ഈ ഒരു അവസ്ഥ ചിലപ്പോൾ സഹായിച്ചിട്ടുണ്ടാവും. ബെനിഫിഷ്യൽ ആക്കി മാറ്റാൻ പറ്റുമോ? എല്ലാ അസുഖങ്ങൾക്കും അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കുന്നവരുണ്ട് ഇല്ലേ? ഇപ്പം ADHD എന്നൊരു അസുഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് മുതിർന്നു കഴിഞ്ഞതിന് ശേഷം വന്ന അസുഖമല്ല, ഇത് വളരെ ചെറുപ്പത്തിൽ ഉള്ളതാണ്. അത് ഡയഗ്നോസിസ് ചെയ്തത് ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കേസിൽ ഇത്രയും ലേറ്റർ സ്റ്റേജിലായിരിക്കും. കൂടുതലല്ല, ഇതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഇത് കുട്ടികളിലാണ്. ADHD കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ എന്തെങ്കിലും സംഭവം കാണും. നമ്മുടെ നാടൻ ഭാഷയിൽ പിരിപിരിപ്പ് എന്ന് പറയുന്ന ഒരു ഹൈപ്പർ ആക്റ്റീവ്. ADHD എന്ന് പറയുന്നത് തന്നെ അറ്റൻഷൻ ഡെഫിഷ്യൻസി ആണ് ഉണ്ടാവും, ഹൈപ്പർ ആക്റ്റീവ് ആവും. ഇതൊരു ഡിസോർഡർ ആവുന്നത് എങ്ങനെയാ വെച്ചാൽ അവരുടെ നോർമൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ ഇത് ബാധിക്കുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ ആവുന്നത്. രണ്ടും ഉണ്ടാവുമ്പോൾ മാത്രമാണ് ADHD എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഈ രണ്ട് സ്വഭാവം കൂടെ ഉണ്ടാവുമ്പോഴാണ്. അതുകൂടാതെ ഒരു ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കും. അതായത് ഒരു ചിന്തിക്കുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെക്കൻഡിൻ്റെ തോട്ട് പോലും ഉണ്ടാവില്ല. ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരിക്കും. ഈ ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഈ കുട്ടികൾ ഒരു 5 വയസ്സ് 6 വയസ്സിലൊക്കെ പിരിപിരിപ്പൊക്കെ ഒരുവിധം എല്ലാ പിള്ളേർക്കും ഉണ്ടാവും. ADHD ഉള്ള പിള്ളേർ ക്ലാസ്സിൽ അടങ്ങിയിരിക്കില്ല അല്ലേ? അവർക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ കിട്ടില്ല. അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം. അതാണ് പ്രശ്നം. അല്ല, അതാ പറഞ്ഞത്, അതാ ഞാൻ പറഞ്ഞത്. പിരിപിരിപ്പ് ഉണ്ടാവും. പക്ഷെ പിരിപിരിപ്പ് ADHD ആയിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ചും കൂടെ എലമെന്റ്സ് ഉണ്ട്. ഒന്നാമത് ഈ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഒരു വികൃതി കാണിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ പിരിവിരിപ്പുള്ള ഒരു കുട്ടിയെ നമ്മൾ ചിലപ്പോൾ ഒരു വഴിയെടുത്ത് കാണിച്ചാൽ അല്ലെങ്കിൽ അവർക്ക് പേടിയുള്ള ഒരാൾ കണ്ട് അവർ അടങ്ങിയിരിക്കും. പക്ഷേ ഈ കുട്ടികൾക്ക് അങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവർക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ അവർ ഒന്നിങ്ങനെ അവിടെ കയ്യും കാലെങ്കിലും ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് അനങ്ങിക്കൊണ്ടിരിക്കും. അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് അതല്ലാത്ത ഒരു കുട്ടിയേക്കാളും ഹൈ വോൾട്ടേജ് ഓഫ് എനർജിയാണ്. ലേണിംഗ് ഡിസബിലിറ്റി ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് വേറെയാണോ? അത് വേറെയാണ്. ഇതെല്ലാം വേറെ. കുട്ടികൾക്ക് വരുന്ന മാനസിക പ്രശ്നങ്ങളിൽ ഇതൊക്കെ ഡെവലപ്മെന്റ്. നമ്മുടെ തലച്ചോറിനകത്ത് അറിയാലോ, ഒരു ഭയങ്കര മറ്റേ സുക്കർബർഗിന്റെ ഇത് കാണിക്കുന്ന പോലത്തെ ഒരു വയറിംഗ് ആണ് നമ്മുടെ തലച്ചോറിനകത്തുള്ളത്. ചെറിയ ചില കണക്ഷൻ ഇഷ്യൂസ് ആണ് ഇതെല്ലാം വരുന്നത്. അതിന്റെ അർത്ഥം ഒരു നോർമൽ അല്ല എന്നല്ല. അല്ല, അപ്പൊ ADHD ഉള്ള കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്നും അങ്ങനെ ഒന്നുള്ളത് കൊണ്ട് മറ്റേത് വരാം എന്നുള്ള ചാൻസ് അല്ല. ADHD ഉള്ളവർ തന്നെ എത്രയോ സ്മാർട്ടായിട്ട് ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആൻഡ് ADHD ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസോർഡർ അല്ല. അത് മെഡിക്കേഷൻ കൊണ്ടാണോ അതോ ഇനി തെറാപ്പി കൊണ്ടാണോ? അത് ക്യൂറബിൾ അല്ല, പക്ഷേ അത് മാനേജബിൾ ആണ്. അതിന് കൃത്യമായിട്ട് തെറാപ്പി ഉണ്ട്. പിന്നെ ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനത്തെ അത് കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിന്റെ തെറാപ്പി, സൈക്കോതെറാപ്പിയാണ് ഇതിൽ മെയിനായിട്ട് ഇതിന്റെ ഒരു സൊല്യൂഷൻ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ ദിവ്യ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ADHD നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിൽ പലർക്കും തെറ്റുപറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്കൂളിലെ ടീച്ചേഴ്സ് വളരെയധികം വലിയൊരു മനോരോഗ വിദഗ്ധനായിട്ട് കുട്ടിക്ക് ADHD ആണെന്ന് തോന്നുന്നു കേട്ടോ, ഒന്നും തരത്തിലും അടങ്ങിയിരിക്കുന്നില്ല. നമ്മൾ വിചാരിക്കാൻ എന്താ പ്രശ്നം എന്നുള്ള രീതിയിലേക്ക് വരും. അപ്പം എനിക്ക് തോന്നിയത് ഇപ്പം കഴിഞ്ഞ നമ്മളുടെ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളും എല്ലാം
എനിക്ക് സത്യം പറഞ്ഞാൽ ലോക്ക്ഡൌണിന്റെ സമയത്ത് ലോക്ക്ഡൌണിന് ശേഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ പ്രായത്തിലുള്ള LKG UKG കുട്ടികൾ ഒരിക്കൽ പോലും ഈ ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഈ തത്തമ്മ പൂച്ച പരിപാടിക്ക് ഇരുന്നിട്ടില്ല. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഓൺലൈൻ ക്ലാസ്സിൽ മൊബൈലിൽ ഇരിക്കാൻ നേരത്തെ എന്താ അങ്ങോട്ട് അടുക്കളയിൽ പോകാം, കളിക്കാൻ പോകാം, ആ സാധനം ഇങ്ങനെ ഇവര് ശ്രദ്ധയില്ലായ്മ പഠിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് ഇവരെ ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ നേരത്തെ ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഈ കോവിഡ് ബേബീസ് എന്ന് പറയാലോ, അതായത് LKGയിലോ 1ാം ക്ലാസ്സിലോ ഒക്കെ 2020-21 കാലഘട്ടങ്ങളിൽ സ്കൂളിൽ ചേർന്ന കുട്ടികൾ. ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വീട്ടിൽ അവരുടെ മൊബൈൽ ഫോണോ TV-യിലോ ആണ് ഇവർ ഈ പഠിക്കുന്നതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ല, ഇവർ വെറുതെ എണീറ്റ് നടക്കുന്നു, ഭക്ഷണം വേണ്ടത് കഴിക്കുന്നു, അല്ലെങ്കിൽ അതിന് മുന്നിൽ കിടന്ന് ഉറങ്ങുന്നു, ചാടി കളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. ചിലപ്പം സ്ക്രീൻ ഓഫ് ആക്കി വെക്കുന്നു. ഇതെല്ലാം വൈറലായ ഒരു പെയിന്റിംഗ് ഓർക്കുന്നുണ്ട്, ഒരു കുട്ടി ബെഞ്ചിൽ നിന്ന് തലകുത്തി അമ്മമ്മ കൂടെ ഇരുന്നിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള നമ്മൾ സ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 വയസ്സിൽ 4 വയസ്സ് സ്കൂളിൽ വിടുമ്പോൾ സ്കൂള് നമുക്ക് അക്കാഡമിക്കലി ഭയങ്കരമായിട്ട് ഉണ്ടാക്കാം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു അച്ചടക്കം ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഈ കുട്ടികൾ 1ാം ക്ലാസ്സിൽ 2-ലൊക്കെ എത്തുമ്പോഴേക്കും പാകപ്പെട്ട് പരുവപ്പെട്ട് സർക്കസിലെ കരടിയെ പോലെ ആക്കിയെടുക്കുന്ന കുട്ടികളെ അല്ലേ, പേടിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടോ നമ്മൾ സർക്കസിലെ കരടി പോലെ ആക്കുന്ന കുട്ടികളെ നമ്മൾക്ക് ഒരു 2ാം ക്ലാസ്സിലോ 3-ലോ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പിരിവിരിപ്പ് കൂടുതലുണ്ടെങ്കിൽ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ മക്കളെ വെച്ചിട്ട്, കാരണം അവരങ്ങനെ ഒരു സാധനമേ ശീലിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഇതൊരു കോംപ്ലക്സ് ഡിസോർഡർ അല്ല എന്നാണോ പറയുന്നത്? അതായത് ഓരോരുത്തർക്കും ADHD പലതരത്തിലുള്ള. ഇപ്പൊ ഫഹദ് നന്നായിട്ട് അഭിനയിക്കുന്നു, പുള്ളിക്ക് അതൊരു എക്സ്ട്രീം ലെവൽ ആയിട്ടുണ്ടാവില്ല, അതുകൊണ്ടല്ലേ പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈ ദയവ് ചെയ്ത് അയാളുടെ കാലിബറോ അയാളുടെ വർക്കോ ആയിട്ട് ഇതിന് ഭയങ്കരമായിട്ട് കൂട്ടിക്കുഴക്കരുത്. അതല്ല, നമുക്ക് മനുഷ്യർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്, അതായത് ഇവരുടെയൊക്കെ ഒരു അഭിനയം അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ വരയ്ക്കുന്ന ആൾക്കാർ ഇവരുടെയൊക്കെ ഈ ഒരു സാധനത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട് മനുഷ്യർക്ക്. ഡിപ്രഷൻ ഉണ്ടായിരുന്ന നന്ദിത അല്ലെ രാജലക്ഷ്മി, എഴുത്തുകാർ സിൽവിയ പ്ലാത്ത്, അതൊക്കെ പോട്ടെ. ഇനി നമ്മുടെ പുള്ളി ഉണ്ടല്ലോ മറ്റേ ബ്രദേഴ്സ് കാരമസോ എഴുതിയോളൂ, ദോസ്തോവിസ്കിക്ക് ചുഴലി ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഈ ഡിസോർഡർ ഒക്കെ ഇവരെ ഒരു ബെനിഫിഷ്യറി പോയിന്റിലേക്ക് തിരിച്ചു എന്നുള്ള ഒരു ഞാൻ ചോദിക്കട്ടെ ഡിപ്രഷനുള്ള എല്ലാവരും ഇതുപോലെ വലിയ എഴുത്തുകാരായി മാറുന്നുണ്ടോ, വലിയ കലാകാരന്മാരായി മാറുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഒരാൾക്ക് ക്രിയേറ്റിവിറ്റി കൂടുവോ, അതാണ് ഇത് കൂടുക കുറയോ എന്നുള്ളതല്ല, അത് വേറെ ഇത് വേറെ. ഇതിലിപ്പോ ഫഹദ് ഫാസിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് കിട്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ADHD എന്നൊക്കെ പറഞ്ഞ് കുറേ പാരന്റ്സ് പേടിച്ചിരിക്കുന്നു, എന്റെ കൊച്ചിന് ADHD മറ്റാണ്, ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു സെലിബ്രിറ്റി പറയാണ് എനിക്കിതുണ്ട്. അപ്പൊ ഇത് നോർമലൈസ് ചെയ്യപ്പെടുന്നു. അപ്പൊ കലാകാരന്മാരുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അതും കൂടെ പറയണം ഞാൻ. ഇപ്പം കലാകാരന്മാർ മാത്രമല്ല, മൈക്കിൾ ഫെലിപ്സ് ലോകം കണ്ട ഏറ്റവും നല്ല നീന്തൽ വിദഗ്ധരിൽ ഒരാളാണ്, നീന്തൽ താരമാണ്, ഒളിമ്പിക്സിൽ ഇത്രയും മെഡൽ വാങ്ങിച്ചു. മൈക്കിൾ ഫെലിപ്സിന് 9 വയസ്സിലെ ADHD ഡയഗ്നോസിസ് ചെയ്തതാണ്. അപ്പം ADHD കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഇവരുടെ എനർജി ചാനലൈസ് ചെയ്യാന്നുള്ളത്. കാരണം ഹൈ വോൾട്ടേജ് ഓഫ് എനർജി ആയിരിക്കും. ആ കുട്ടിയുടെ അമ്മ, അതായത് കുട്ടിയായിരുന്ന ഫെലിക്സിന്റെ അമ്മ ഈ സംഭവം ചാനലൈസ് ചെയ്ത് നീന്തലിലേക്ക് വിട്ടു. അതുകൊണ്ട് നമുക്ക് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ചാമ്പ്യനെ കിട്ടി. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി അത് കലാപരമായിട്ട് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. അതാ ഞാൻ പറയുന്നത്. പറഞ്ഞപ്പോഴാണ് കപ്പിൾസിന്റെ ഇടയിൽ ഈ ADHDക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും വിവാഹ ജീവിതത്തിന് എനർജി ഒക്കെ ഇങ്ങനെ ചാനലൈസ് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവുമല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ആക്ച്വലി ADHD ഉള്ള ഒരാളുടെ സ്പൗസ് അയാൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിയുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അഡൽട്ട്ഹുഡിലെ ADHD എന്ന് പറയുമ്പം അവർക്ക് ഈ ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ള ആ പിരിപിരിപ്പ് കുറയും, കമ്പാരിറ്റീവ്ലി കുറയും. പക്ഷെ അവർ റെസ്ലെസ് ആവും, ഭയങ്കര ഇമ്പൾസീവ് ആവും. അതായത് സിമ്പിളായിട്ട് ഇമ്പൾസീവ് ആവുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ റോഡ് ക്രോസ് ചെയ്യുക, ക്യൂലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ഊഴം വരുന്നവർ വെയിറ്റ് ചെയ്യാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അവർ റെസ്ലെസ് ആവും, ഇറിറ്റേറ്റഡ് ആവും. ഇറിറ്റേറ്റഡ് ആയി നമ്മൾ എന്താ ഉണ്ടാവുക, ദേഷ്യപ്പെടുന്നത് സ്പൗസ് ആണെങ്കിൽ നമുക്ക് ദേഷ്യപ്പെടാനായിട്ട് നമ്മൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് ഇന്ത്യൻ സിസ്റ്റർ കല്യാണം കഴിക്കണം. നമുക്ക് ചീത്ത വിളിക്കാൻ കൂടെ ഒരാൾ എന്നുള്ള രീതിയിൽ, അതാണായാലും പെണ്ണായാലും. അപ്പം അങ്ങോട്ട് കാണിക്കും. റിലേഷൻഷിപ്പിൽ മറ്റേ ആൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ എപ്പോൾ നോക്കിയാലും ഇയാൾ ഈ 110 kV പോലെയാണല്ലോ എന്ന് വിചാരിക്കും. അപ്പം ഇങ്ങനൊരു പ്രശ്നമുണ്ട്, റെസ്ലെസ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണെന്ന് സ്പൗസിന് മനസ്സിലായി കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ടോ റിലേഷൻഷിപ്പ് പറ്റും. പിന്നെ പലയിടത്തും കേട്ടിട്ടുണ്ട് അവർക്കൊരു ഫാമിലി ലൈഫ് പറ്റുമോ, സെക്ഷുവൽ റിലേഷൻഷിപ്പ് പറ്റുമോ. 2 പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. ADHD എന്ന് പറഞ്ഞാൽ ജീവിതാവസാനം ലോകാവസാനം ഒന്നുമല്ല, മാനേജബിൾ ആണ്. അത് പ്രോപ്പറായിട്ട് നമ്മൾ ഭയങ്കര സ്ട്രെസ് ആവാതെ ഈ കൂടെ ഉള്ളവരും, അതൊരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. അതിൽ ഫാമിലിക്ക് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം കൊടുക്കാറുണ്ട്. കുട്ടിയാണെങ്കിലും ശരി, നമ്മൾ താരേ ജമീൻ പർ മൂവി കണ്ടിട്ടുണ്ട്. അതെ, കുട്ടിയായിരിക്കും അച്ഛനും അമ്മയുടെ സപ്പോർട്ട് സിസ്റ്റം വളരെ കാര്യമായിട്ടുണ്ടാവും. മുതിർന്നു കഴിയുമ്പോൾ
മുതിർന്ന് കഴിയുമ്പോൾ ഫ്രണ്ട്സ് ആൻഡ് സ്പൗസിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് നന്നായിട്ട് തന്നെ പോകാൻ പറ്റും. എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അവർക്ക് സ്ട്രെസ് ലെവൽ അവർക്ക് കുറയ്ക്കുക, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം താരേ സമീൻ പർ മൂവിക്കകത്ത് ആ കുഞ്ഞിനെ കണ്ടില്ലേ, ആരും മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ആ കുട്ടി ഭയങ്കര ഡിപ്രഷൻ സോണിലേക്ക് പോകുന്നത്. പക്ഷെ അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആണ്. ഏത് ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണെങ്കിലും നമ്മൾ ഹ്യൂമൻ എന്ന രീതിയിൽ നമ്മളങ്ങ് മാറ്റി നിർത്തുമ്പോഴാണ് അത് നമുക്ക് പ്രശ്നമാവുന്നത്, അത് നമുക്ക് എക്സ്ട്രാ പ്രശ്നമാവുന്നത്. അസുഖം മാത്രം നമ്മൾ ഡീൽ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല. ഈ ADHD ഒക്കെ വരുന്നത് ജനറ്റിക് ഡിസോർഡർ ആണോ അതോ ഇനി ഞാൻ വായിച്ച അറിവാണ് ഒന്നെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ആവാം, ഇല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കുട്ടി ഇരിക്കെ തന്നെ അമ്മ പുകവലിയോ അല്ലെങ്കിൽ മദ്യപിച്ചാലോ അങ്ങനെയൊക്കെ വരാം. അങ്ങനെ കുറെ റീസൺസ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇത് വരുന്നത്? പലപ്പോഴും നമ്മൾ ഈ ഗൂഗിളിൽ എഴുതിയേക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, പല കാര്യങ്ങളും അബദ്ധമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ബ്ലഡ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലിംഫോസൈറ്റ് പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. ഞാൻ നേരെ എടുത്ത് നോക്കി, ഗൂഗിളിൽ എടുത്ത് നോക്കിയപ്പോൾ ബ്ലഡ് ക്യാൻസർ അപ്പോൾ ഡയഗ്നോസ് ചെയ്തു. അപ്പോൾ നേരെ ഡോക്ടർ എടുത്ത് ചെയ്യുമ്പോൾ ഡോക്ടർ പറയുകയാണ് എടോ അലർജിയുടെ ആണ് പറഞ്ഞു. മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. ഈ നമ്മുടെ പലപ്പോഴും ഈ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറെ തെറ്റിദ്ധാരണകൾ, ഗൂഗിൾ മാത്രമല്ല സിനിമയും ആക്ച്വലി മാനസിക രോഗത്തിന്റെ മുകളിൽ ഭയങ്കര തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നുണ്ട്. സിനിമയിൽ നമ്മൾ ഷോക്ക് അടിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? 11 kV ലൈൻ തലയിലേക്ക് അങ്ങ് വെച്ചിട്ട് എന്ന് പറഞ്ഞ് അടിപ്പിക്കുന്നത്. ആക്ച്വലി ECT എന്ന് പറയുന്ന പ്രോസസ്സാണ്. ECTക്ക് പറയുന്നത് ഒരു സെക്കൻഡിന്റെ 0.08 to 0.12 ആണ് ECTയിൽ ഷോക്ക് അടിപ്പിക്കുക എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നത്. അതുപോലും ശരിക്കും കറണ്ട് അല്ല, നമ്മൾ മറ്റേ അയൺ ചെയ്യുന്ന ആ കറണ്ട് അല്ല കയറ്റുന്നത്, അത് മാറ്റിയിട്ടാണ് കയറ്റുന്നത്. അതത്രയും വളരെ സെക്കൻഡ് ഒരു സമയത്തേക്കാണ്. അപ്പം അതിനകത്ത് നമ്മൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമ്മൾ ഈ ഭീകരാവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട്. സൈക്കാട്രിക് ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭീകരാവസ്ഥ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഫഹദ് ഫാസിലിനെ പോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഇത്രയും ലൈവായ ഒരു മനുഷ്യൻ, ആ ആൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ ഞാനതിന് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്, ഞാനതിൽ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സോഷ്യൽ സ്റ്റിഗ്മ മാറ്റാൻ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു കസിൻ്റെ കുട്ടിക്കുണ്ട്. അപ്പോൾ ഈ ചാനലൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, ഇപ്പോൾ ബിഹേവിയറൽ തെറാപ്പി അങ്ങനെ പല പല തെറാപ്പികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി ഇരുന്ന് ചെയ്യുന്ന ഞാൻ കണ്ടതാണ്. അതായത് മുത്ത് കോർപ്പിക്കുക, കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും. മുത്ത് ഇങ്ങനെ കോർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ 5-10 മിനിറ്റ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ ചപ്പാത്തി മാവ് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെയാണോ ഇതിൻ്റെ ഒരു തെറാപ്പി? കുട്ടികൾക്ക് അതൊക്കെ അവരുടെ സൈക്കോതെറാപ്പി. കാരണം അവരുടെ അറ്റൻഷൻ, അവരുടെ കോൺസെൻട്രേഷൻ, പിന്നെ അവരെ ഒന്ന് അടക്കിയിരുത്തുക എന്നുള്ളത്, അത് അവരെ ശീലിപ്പിക്കുക. കാരണം നമ്മൾ 21 ദിവസം ഒരു സാധനം ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾക്ക് അങ്ങ് ശീലാവുന്നുള്ള. മെഡിക്കേഷൻ എങ്ങനെയാ? മെഡിസിൻസ് സൈഡ് എഫക്ട്സ് എങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല, നമ്മൾ കുട്ടികൾക്ക് ആദ്യമേ ഒന്നും, ചെറിയ കുട്ടികൾക്കൊന്നും അങ്ങനെ ഭയങ്കര മെഡിസിൻസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ഇവൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞത്, അവന്റെ അമ്മ പറഞ്ഞത് ഒരുമാതിരി കിറങ്ങിയ അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. പലപ്പോഴും അങ്ങനെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പ്രോപ്പർ ആയിട്ടില്ലാത്ത ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ സമീപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് സൈക്കാട്രിക് സംഭവത്തിലേക്കൊക്കെ പോകും. ഇത് ദിവ്യ പറഞ്ഞ പോലെ ഇതൊരു ബിഹേവിയറൽ ഇഷ്യൂ ആണ്. അപ്പോൾ എനിക്കും ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക, അവരെ ഇതേപോലെ ഈ അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാണ്ട് മെഡിക്കേഷനൊന്നും ഇപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് അവർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ എക്സ്ട്രാ ബ്രില്യൻ്റ് ആണ്, നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഫ്രണ്ടിൽ നിൽക്കും. പലപ്പോഴും കോൺസെൻട്രേഷൻ ഇല്ല എന്ന് പറയുന്നു. ഗെയിം കളിക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ 10 മണിക്കൂർ നേരത്തേക്ക് വേണമെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കോൺസെൻട്രേഷൻ ഏതിലില്ല എന്നുള്ളതും കൂടെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ ശരിക്കും. ഈ അതുപോലെ തന്നെ മെഡിക്കേഷൻ, ഇത്രയും ചെറിയ പ്രായത്തിലൊക്കെ മെഡിക്കേഷൻ, ഞാൻ പേഴ്സണലി അത് കുട്ടികൾക്ക് അത് പറയില്ല. പക്ഷെ സൈക്കാട്രിസ്റ്റ് ആണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല തീരുമാനിക്കുന്നത്. മെഡിക്കേഷൻ കൊണ്ടാണ് ഒന്ന് അടങ്ങിയിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ല. അതിൽ എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. നമ്മൾ കുട്ടിക്ക് അത്രയും ടൈമും എഫേർട്ടും എടുക്കാൻ കുറച്ച് കുറയുമ്പോഴാണ് നമ്മൾ മെഡിക്കേഷൻ ഉണ്ടെങ്കിൽ സപ്പോർട്ടായിരുന്നത്. കാരണം കുട്ടി ഒന്ന് അടങ്ങിയിരിക്കും. ആൻറ്റി ആങ്സൈറ്റി ആയിട്ടുള്ള മരുന്നുകളും അങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റ് ആകും കുട്ടികൾ, ചില കുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിനൊക്കെയുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ കുട്ടിയോട് മിണ്ടായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ കുട്ടി ഒന്നും മിണ്ടാണ്ടിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും കുറച്ച് ആശ്വാസം. അത് ആ ഒരു ലെവലിലല്ലാണ്ട് നമ്മൾ ഫുള്ളി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഈ കുട്ടിയുടെ അതിലേക്ക് തന്നെ നമ്മൾ ഫുൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ ശ്രദ്ധിക്കേണ്ട സാധനം, കുട്ടികളുടെ ADHDയുടെ കാര്യം ഞാൻ പറയണം കേട്ടോ. ഈ പേരൻസിന് അവരുടെ സമൂഹത്തിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വേണം. കാരണം ഈ പിരിവിരിപ്പുള്ള ഒരു കുട്ടിയെയും കൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ പാത്രങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുക, ആ കുട്ടി ഇങ്ങനെ ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഭയങ്കര ഇഷ്യൂ ആണ്.
പേരൻസിന് ഇഷ്യമാണ്, അവർക്ക് നാണക്കേട് ഉണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിതരായിട്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു മാനുഷിക അവസ്ഥയാണ്, മനുഷ്യൻ്റെ ഒരു അസുഖമാണ്, ഇതൊരു പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ ഒരു സൊസൈറ്റിക്ക് ഒരു ഇത് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇതിപ്പോ ഇത്രയും നേരം കേട്ടതിൽ നിന്നേ ഈ ഒരു സിംറ്റംസ് ഒക്കെ എനിക്കും ADHD ഉണ്ടോന്നൊരു തോന്നൽ വന്നു പോകണം ആക്ച്വലി. കാരണം 10-ൽ 7 പേർക്ക് ADHD ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അതെ, ഒരുമാതിരി അസുഖങ്ങളൊക്കെ എല്ലാവർക്കും അതിനകത്ത് കിടക്കുന്നുണ്ട്. നമ്മുടെ വിത്ത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഇത് ഒരു ബാലൻസിങ്ങിന്റെ പ്രശ്നമാണ്. ചിലർക്ക് അതങ്ങ് കയ്യിൽ നിന്ന് പോകും, ചിലർക്ക് അവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് പേടിക്കണ്ട, എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പൊ എൻ്റെ നിന്റെ ഒക്കെ ഉള്ളിൽ സാധനം കിടക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവലിൽ ഇത് സ്വയം വേദനിപ്പിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് ADHD എത്തുന്നും കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു ഭയക്കേണ്ട ഒരു സാധനം. സെൽഫ് ഹാമിംഗ് ഒക്കെ ADHD മാത്രമൊന്നുമല്ല, അത് കുറേ അസുഖങ്ങളുടെ ഡിപ്രഷനിലുണ്ടല്ലോ സെൽഫ് ഹാമിംഗ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു 98% ആൾക്കാർക്കും ശരിക്കും കൃത്യമായ കൗൺസിലിംഗ് ആവശ്യമുള്ള ആൾക്കാരാണ് നമ്മുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. പിന്നെ എനിക്ക് യാതൊരു സംശയം തോന്നിയത് ഫഹദ് ഫാസിലിന് ഈ 41ാമത്തെ വയസ്സ് വരെ ഇതെന്തുകൊണ്ട് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്ന് വയ്ക്കുന്ന ഒരു വലിയൊരു സംഭവമാണത്. അല്ല അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാർക്ക് അതല്ല കൂടെയുള്ള ആൾക്കാരാണെങ്കിലും 41 വയസ്സ് വരെയും അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ തിരിച്ചറിയപ്പെട്ടില്ല. അതിനുശേഷമാണ് മരിച്ചോളം വരെ അതറിയാത്തപ്പോൾ മരിച്ചു പോകുന്ന ആൾക്കാരും ഉണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ 41 വയസ്സിലെങ്കിലും അത് കണ്ടുപിടിക്കാനും അത് പുറം ലോകത്തിനോട് പറയാനും അതുവഴി ഒരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കാനും ഫഹദ് ഫാസിലിന് കഴിഞ്ഞു എന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് നല്ല രീതിയിൽ തന്നെ ഇനിയും ആവേശം പോലത്തെ ആവേശങ്ങളുള്ള സിനിമകൾ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.